30-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറയുന്നു, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തം ഉള്ളത്. എന്നിട്ട് പറയുന്നു, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാ പാർക്കുന്നു, ഉഷസ്സെങ്കിലോ ആനന്ദഘോഷമുണ്ടാകും. അതായത് ദൈവത്തിൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ഇന്നെൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ പ്രതിസന്ധി അല്പനേരത്തേക്കേ ഉള്ളൂ. ദൈവത്തിൻ്റെ പ്രസാദം നീണ്ടു നിൽക്കുന്ന ജീവപര്യന്തമുള്ളത്. ആ കരച്ചിൽ, നിങ്ങൾ കടന്നു പോകുന്ന വേദന ഒരു സന്ധ്യ പോലെ, ഒരു രാത്രി പോലെ, അല്പനേരത്തേക്ക്, മണിക്കൂറുകൾ മാത്രം. പിറ്റേ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്ന പോലെ ഒരു സന്തോഷത്തിൻ്റെ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവത്തിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, ഭാരപ്പെടേണ്ട. ഈ ദിവസങ്ങളിൽ ദൈവത്താൽ മറുപടി ഉണ്ടാകും. ആ അല്പനേരം, ആ സന്ധ്യ കഴിയാൻ ചുരുക്കം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നിശ്ചയമായി ഒരു ആനന്ദഘോഷം നിങ്ങൾക്കുണ്ടായിരിക്കും. ജീവപര്യന്തം മുന്നോട്ടുള്ള നാളുകളിൽ ദൈവത്തിൻ്റെ പ്രസാദം അനുഭവിപ്പാൻ ദൈവം ഇടയാക്കും. അതുകൊണ്ട് വിശ്വസിക്കുക, കർത്താവിങ്കൽ ആശ്രയിക്കുക, ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളെ നോക്കി ഒരു പ്രവചന ദൂത് പറയുന്നു, നിങ്ങൾക്കായി ഒരു നന്മ വരുന്നു. നിങ്ങളത് കാണും, പ്രാപിക്കും. ഗോഡ് ബ്ലസ് യു.